ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. കാരണം ഞാനിത് പല പല ദിവസങ്ങളെടുത്തൊരു പല ഡേ ഇൻ മൈ ലൈഫാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ കാര്യങ്ങളായിട്ട് ഭയങ്കര ബിസി ഷെഡ്യൂളാണെന്ന് തന്നെ പറയാം. കാരണം നമുക്ക് ഒന്നിനും ടൈം ഉണ്ടായിരുന്നില്ല. നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് എല്ലാ പണിക്കാരും നമ്മൾ ലാസ്റ്റ് നിമിഷമായിരുന്നു, ലാസ്റ്റ് വീക്ക് വരെ നല്ല പണിയിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് പണിക്കാരുടെ ബഹളം ഒരു സ്ഥലത്തുണ്ടായിരുന്നു. അതുകൂടാതെ നമുക്ക് പിന്നെ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് A to Z കാര്യങ്ങൾ പർച്ചേസ് ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ പർച്ചേസിങ്ങിന് പോകാനും ഷോപ്പിങ്ങിന് പോകാനൊക്കെ ഒരു തിരക്ക് വേറെ. അത് കൂടാതെ പിന്നെ നമുക്ക് ഹൗസ് വാമിങ് എല്ലാവരും വിളിക്കാൻ വേണ്ടി പോകണം, അങ്ങനത്തെ കുറേ തിരക്കുകൾ. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഈ തിരക്കുകളൊക്കെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഹൗസ് വാമിങ് നമ്മളെ സംബന്ധിച്ച് ഒരു പുതിയൊരു അനുഭവമാണ്. അപ്പോൾ നമുക്ക് ഹൗസ് വാമിങ് എന്നെ സംബന്ധിച്ച് പുതിയ അനുഭവമല്ല, കാരണം ഞാൻ കുറേ വീടുകളിൽ താമസിച്ചിട്ടുള്ള ഒരാളാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ വീടുകളിൽ താമസിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ജനിച്ചത് തന്നെ ഒരു പുതിയ വീട്ടിലായിരുന്നു. അതിനുശേഷം കുറേ നാൾക്ക് ശേഷം പിന്നെ വേറെ വീട് പണിതിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും അവിടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ പഴയ വീട് പൊളിച്ച് കളഞ്ഞിട്ട് പിന്നെ അതിനുശേഷം നമ്മൾ ഇപ്പോൾ രണ്ടാമത് പണിത വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം കുറേ നാളിന് ശേഷം എൻ്റെ കല്യാണത്തിന് ശേഷമൊക്കെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വേറെ വീട്ടിൽ അങ്ങോട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോയി. പിന്നെ അതിന് ശേഷം പിന്നെ ആച്ചി വീണ്ടും റീസെൻ്റ്ലി ആയിട്ട് വേറൊരു വീട് പണിതിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും താമസിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് കൂടാണ്ട് ഇപ്പോൾ നമ്മുടെ സ്വന്തമായിട്ട് ദൈവം ഒരു വീട് കൂടി പണിയാണ്. അപ്പോൾ അങ്ങനെ പല പല വീടുകളിൽ താമസിച്ചുള്ള പരിചയമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതെന്തായാലും നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു പരിപാടികൾ ബന്ധം നടക്കാൻ പോണ ഹൗസ് വാമിങ്. അപ്പോൾ അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതിനിടയിൽ ഹെസ ഓടി വന്നിട്ട് അവൾക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഇത് ഹോം ടൂർ പോലെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ എന്തുവാ അത്? അപ്പോൾ ഹെസാൻ്റെ ഹോം ടൂർ വിശേഷങ്ങളൊക്കെ അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ബാക്കി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അങ്ങനെ നമ്മളുടെ ഹൗസ് വാമിൻ്റെ തിരക്കുകൾക്കിടയിൽ നമ്മളൊരു ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഒരു സോഫ്റ്റ് കോപ്പി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സാപ്പ് ത്രൂ എല്ലാവർക്കും സെൻഡ് ചെയ്യാമല്ലോ. അതിൽ തന്നെ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ എല്ലാവർക്കും വരാൻ എളുപ്പമാവുമല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഒരു 1 വീക്ക് സൺഡേ ആണ് നമുക്ക് ഹൗസ് വാമിങ് വന്നെങ്കിൽ നമ്മൾ ഫ്രൈഡേ ആണ് വിളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്രൈഡേ പള്ളിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ വിളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇക്കാക്കത് പള്ളിയിൽ നിന്ന് ഇറങ്ങിയതിന് വന്നതിന് ശേഷം വീട്ടിലേക്ക് വന്നിട്ട് ബാബുജിനെയും ഉമ്മുജിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മച്ചി ക്യാമറയിൽ നിൽക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉമ്മച്ചി നിന്നില്ലായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ ഇക്കാക്കടെ വീട്ടിൽ പോയി അവിടെ ചെന്നിട്ട് ഉമ്മച്ചിനോടും ബാബുജിനോടും ഇക്കാക്കടെ ബ്രദറിനോടും വൈഫിനോടൊക്കെ നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, എന്നാലും നമ്മൾ ഒഫീഷ്യലി പറയണമല്ലോ, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ വിളി ഇതേപോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഹൗസ് വാമിങ്ങിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് നേരത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. എന്തായാലും റബീഉൽ അവ്വൽ മാസം നോക്കി കയറണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സെപ്റ്റംബറിൽ ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പണികൾ എന്നാലും കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായില്ല, എന്തായാലും തീർന്നെടുത്ത് വെച്ച് നമുക്ക് കയറാമെന്നുള്ള പ്ലാനിങ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തു. അങ്ങനെ ഹൗസ് വാമിങ്ങിൻ്റെ വിളിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സൺഡേ ആണ് നമ്മൾ ഹൗസ് വാമിങ് വരുന്നത്. അപ്പോൾ ഫ്രൈഡേ നമുക്ക് എന്തായാലും ഖുറാൻ കയറ്റാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ പണി നമ്മുടെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ കബോർഡിൻ്റെ വർക്കൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു 3 or 4 months എങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം കിച്ചണിലെ വർക്ക് കബോർഡ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ബെഡ്റൂമിലെ വാർഡ്രോബും അതേപോലെ തന്നെ പാർട്ടീഷനിൽ വന്നതെല്ലാം. കാരണം ഇതൊക്കെ WPC ഷീറ്റ് വെച്ചിട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഒരുവിധം നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ ഖുറാൻ വെക്കുന്നതിന് മുമ്പ് പോയിട്ട് ആ കബോർഡൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. അതിന് ശേഷമാണ് നമ്മൾ ഖുറാൻ കയറ്റിയിട്ടുണ്ടായിരുന്നത്. ശേഷം വാപ്പിച്ച് ഫാത്തിഹ കൂടി നമ്മൾ ദുആയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ സന ഇല്ല കേട്ടോ. സനാക്ക് അന്ന് സ്കൂളുണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു കേട്ടോ സനാനെ ഇതിൽ കാണാത്തത്. സനായ ഉണ്ടായിരുന്നില്ല, പിന്നെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മച്ചി ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഇതൊരു പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. നമുക്കന്ന് എന്തായാലും ഫർണിച്ചേഴ്സ് വരുമെന്ന്, അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇത് കയറ്റാമെന്നുള്ളൊരു പെട്ടെന്നൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്കിത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഹൗസ് വാമിങ് വിളിക്കാൻ പോകാമെന്നുള്ളൊരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് പോകാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് പിന്നെയും പർച്ചേസിങ്ങിന് പോകാനുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് തിരക്കായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തറവാട്ടിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മൂത്താപ്പയുടെ വീട്ടിലും പോയി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എൻ്റെ അടുത്തും പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെല്ലുമ്മാനോടും കൊച്ചാപ്പാനോടും മൂത്താപ്പാനോടൊക്കെ നമ്മൾ ഹൗസ് വാമിങ് വിളിച്ചതിന് ശേഷം പിന്നെ നമ്മൾ മാളിയേക്കെല്ലാം ഉണ്ട് പോയിട്ടുണ്ടായ പറൂരുള്ള ഷോപ്പാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. നമുക്ക് ടവൽ ഹോൾഡർ മെയിനായിട്ട് വാങ്ങിക്കണം, വാഷ് ബേസിൻ്റെ അവിടെ വെക്കാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഡിസ്പെൻസർ വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മറന്നു വയ്ക്കുന്നതായിരുന്നു. അപ്പോൾ ലാസ്റ്റ് നിമിഷമാണ് നമ്മൾ ഓർത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇതിന് മുമ്പും നമുക്ക് ഫിറ്റിങ്സ് എല്ലാം നമ്മൾ മാളിയേക്കൽ തന്നെയായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ജാഗ്വാറിൻ്റെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഓർഡർ ആണെങ്കിൽ അവിടെ പല ഷേപ്പിലുണ്ടായിരുന്നു കേട്ടോ. സ്ക്വയർ ഉണ്ടായിരുന്നു, സർക്കിൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സർക്കിളാണ് കുറച്ചും കൂടി ഇഷ്ടമായിട്ട് തോന്നിയത്. അപ്പോൾ സർക്കിൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നമുക്ക് ഒരു ടാപ്പും വാങ്ങിക്കാനുണ്ടായിരുന്നു, ടാപ്പും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇനി അടുത്ത ഷോപ്പിലേക്ക് കണ്ടപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ ഷോപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് വീട്ടു സാധനങ്ങളെല്ലാം അവിടെ നമുക്ക് കിട്ടും കേട്ടോ. നമുക്ക് വെൽക്കം മാറ്റ് വാങ്ങിക്കാനുണ്ടായിരുന്നു, പിന്നെ ബാത്റൂമിൽ ഫ്രണ്ടിലിരുന്ന് മാറ്റ് വാങ്ങിക്കാനുണ്ട്. അങ്ങനെ കുറേ നമുക്ക് വാങ്ങിക്കാനുണ്ട്. അത് കൂടാതെ മൗലൂദ് വയ്ക്കുമ്പോൾ വേണ്ടിയിട്ട് ഒരു പായ, അങ്ങനെ എല്ലാം നമുക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ അവിടെ പോയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്തായിരുന്നു കേട്ടോ. അത്യാവശ്യം വേണ്ട ഐറ്റംസൊക്കെ വാങ്ങിച്ച് വന്നപ്പോഴത്തേക്ക് നമുക്ക് നല്ല ഗംഭീരമായിട്ടുള്ള ബില്ലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്നാലും നമ്മുടെ പർച്ചേസിങ് അവിടെ തീർന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ടൂ വീലറിലാണ് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാം വാങ്ങിച്ച് കൊണ്ടുപോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് പോകുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ച് പോകുന്ന വഴിയിൽ നമുക്കൊരു മിററിൻ്റെ ഷോപ്പിൽ കൂടി കയറാനുണ്ടായിരുന്നു. കാരണം നമുക്കൊരു മിറർ കസ്റ്റമൈസ് ചെയ്തെടുക്കാനുണ്ട്. ഒന്ന് നമുക്ക് ബെഡ്റൂമിലേക്ക്, പിന്നെ വാഷ് ബേസിൻ്റെ അവിടെ ഇട്ട് അവിടെയാണെങ്കിൽ അപ്പോൾ നമ്മൾ പറയുന്ന സൈസിൽ അവർ ചെയ്ത് തരും കേട്ടോ. നമുക്ക് ബെഡ്റൂമിൽ ഓൾറെഡി വാർഡ്രോബിൻ്റെ അവിടെ മിറർ വരുന്നുണ്ട്. പക്ഷേ അത് കൂടാണ്ട് നമുക്ക് ഫുൾ ലെങ്ത്തിൽ കാണാൻ പറ്റുന്ന ഒരു മിറർ വെക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് റെഡി ആയി കഴിഞ്ഞിട്ട് തിരിച്ച് പോകണ വഴിക്ക് തിരിച്ച് വരുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് മിററിൽ ഫുൾ ലെങ്ത്തിൽ കാണാമല്ലോ എന്ന് ഓർത്ത് അവിടെ വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ നമ്മൾ തൽക്കാലം വാഷ് ബേസിൻ്റെ അവിടെ വെക്കാനുള്ള മിററിൻ്റെ മെഷർമെൻറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്തായാലും ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് വെക്കാമെന്നാണ് കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ അതെല്ലാം അതിൻ്റെ മെഷർമെൻറ്റൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കറൻ്റ്ലി പാഷ്യോലെ വർക്കാണ് നടക്കുന്നത്. പാഷ്യോയിൽ നമ്മൾ അലുമിനിയത്തിൻ്റെ ഷീറ്റാണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ സീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വർക്ക് ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് ഇനി പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.